ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. മിക്ക വീഡിയോയിലും ഞാൻ പറയാറുള്ള പോലെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ ഒഴിവാക്കി. ഇന്നാണെങ്കിൽ എനിക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോകാൻ കിട്ടോ ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട്. എനിക്ക് കൂട്ടിന് വേണ്ടിയിട്ട് ഈ രണ്ടെണ്ണത്തിനെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോയിണ്ടായിരുന്നു. എന്നെ പോലെ തന്നെ ഫുഡ് അടിക്കാനും കറങ്ങാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള രണ്ടാൾക്കാരാണ് കേട്ടോ. രണ്ടുപേരാണെങ്കിൽ കാര്യമായി എന്തോ ആധികാരികമായ ചർച്ചയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ടേ തൃശ്ശൂർ എത്തിപ്പാടെ തന്നെ അവിടുത്തെ ഫേമസ് റെസ്റ്റോറന്റിൽ കയറിയിട്ട് അടിപൊളി മസാല ദോശ മടക്കി കഴിച്ചിട്ടുണ്ട്. തൃശ്ശൂർ എത്തിയിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, ഫുഡ് അടിക്കാൻ പോകുന്നത്. പണം പോയി പവർ വരട്ടെ എന്ന് പറയുന്ന പോലെ നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ വീട്ടിൽ നിന്നേ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. പ്ലാൻ ചെയ്തിട്ടേ നമ്മൾ എത്തിയത് ഒറ്റപ്പാലത്തിന് അടുത്തുള്ള കൊണ്ടാഴിയുള്ള ഇല്ലം ഷാപ്പിലാണ്. ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് ഷാപ്പിൽ വന്നിട്ട് ഷാപ്പിലെ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത്. ഞാനാണെങ്കിൽ അതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ. മൊത്തത്തിൽ പല വീഡിയോസിൽ ഷാപ്പിലുള്ള സ്പൈസി ഫുഡിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അവിടുത്തെ ആംബിയൻസ് ആണെങ്കിൽ നല്ല അടിപൊളി കാറ്റും ചെറിയൊരു തണുപ്പും പിന്നെ പാടത്തിന്റെ സൈഡിലായതുകൊണ്ട് കിളികളുടെ ബഹളവും നല്ല രസമാണ് കേട്ടോ. അവിടെയാണെങ്കിലേ പോയടെ അത്ര റഷ് ഒന്നും ഇല്ലാത്തോണ്ടേ ഫുഡൊക്കെ നമുക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ അവിടെ എത്തിയപ്പോ തന്നെ പാടത്തിന്റെ വരമ്പത്തിൽ കൂടെ ഒക്കെ നടന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കലായിരുന്നു കേട്ടോ എന്റെ പരിപാടി. നമ്മളവിടെ എത്തിയ ടൈമിൽ 2 ടീം അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അവിടുത്തെ കാഴ്ചയെല്ലാം കണ്ടു വന്നപ്പോഴേക്കേ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഷാപ്പ് വരെ വന്നിട്ട് കള്ളൊക്കെ കുടിച്ചിട്ട് പോകാണ്ടിരിക്കുന്ന മോശമല്ല, അതുകൊണ്ട് ഒരു പൈനാപ്പിൾ ഫ്ലേവർ ഉള്ള കള്ളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കൂടെ കഴിക്കാൻ വേണ്ടിട്ടേ നല്ല അപ്പവും ഇടിയപ്പവും പോർക്കും ബീഫും ഞണ്ടും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് പോർക്ക് കഴിക്കാൻ പോകുന്നത്. എനിക്ക് അവിടെ ഏറ്റവും ഫുഡിൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ പോർക്ക് ഫ്രൈയും കൂടിയായിരുന്നേ. ഫുഡ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ കൂടെയുള്ള എല്ലാവരെയും ഞാൻ മറക്കൂട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റും. ഞങ്ങൾ വാങ്ങിയ ഫുഡ് ഐറ്റംസിലെ എനിക്ക് അത്ര ടേസ്റ്റ് ഇല്ലാണ്ട് തോന്നിയ ഒരേ ഒരു സാധനം ക്രാബ് റോസ്റ്റ് മാത്രമാണ്. ബാക്കിയുള്ളതിനൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റും ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നേ. കുറ്റം പറയുന്നത് പോരാണ്ട് ഞണ്ടുംകാലം കടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണല്ലേ നിങ്ങൾ വിചാരിക്കണ്ടാവും. ടേസ്റ്റ് ഇല്ലാന്നും പറഞ്ഞിട്ടേ വാങ്ങിയ ഫുഡ് എടുത്ത് തോട്ടി കളയാൻ പറ്റൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അണ്ട കഴിക്കുന്നത്. ഇവിടുത്തെ ഫുഡ് അടിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലോട്ട് അണ്ട പോകും. വൈബിന് പിന്നെ ഒരു കുറവില്ലാത്ത ആൾക്കാരാ വേണ്ടേ, വൈബായിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്.